السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. Dear friends, നമ്മൾ തജ്വീദ് നിയമങ്ങൾ പഠിക്കുകയാണല്ലോ. തജ്വീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ഒരു സംഗതിയെ ബ്യൂട്ടിഫൈ ചെയ്യുക, വിശുദ്ധ ഖുർആൻ്റെ പാരായണം ഏറ്റവും മനോഹരമാക്കുക. അതാണ് നമ്മൾ അതിൻ്റെ ഭാഷാർത്ഥമായി പറഞ്ഞത്. തജ്വീദ് വരുമ്പോഴാണ് ഖുർആന് മനോഹാരിത കൈവരുന്നത്. നമ്മളൊക്കെ നിസ്കരിക്കാൻ പോകുമ്പോഴും നല്ല തജ്വീദ്, നല്ല ഖിറാഅത്ത് നമ്മളിലേക്ക് ഖുർആനെ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഖുർആനുമായി കണക്ട് ചെയ്യും. ശരിക്കും അതിൽ എപ്പോഴും നമ്മൾ ആകർഷിക്കുന്ന ഒന്നാണ്, ആളുകൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മണിച്ചോതും അല്ലേ, നെയ്സിലേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മണിച്ചോതുക. അതിന് അറബിയിൽ പറയുന്ന വേർഡ് എന്താ? ഗുന്ന എന്നാ പറയുക. അറബിയിൽ എന്താ പറയുക? ഗുന്ന. നമ്മൾ സാധാരണ മണിക്കുന്നതിന് പകരം ഗുന്ന ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഗുന്ന ചെയ്ത് പാരായണം ചെയ്യുമ്പോൾ കേൾക്കാൻ ഭയങ്കര രസമാണത്. ശരിക്ക് ഈ മണിക്കൽ എന്ന സൗണ്ട് എവിടുന്നാണ് വരുന്നത്? അതിനൊരു ആർട്ടിക്കുലേഷൻ പോയിൻ്റ് എവിടെയാണ്? അത് ശരിക്ക് നമ്മുടെ ഹൈഷൂ എന്ന് പറയും, മൂക്ക്, തരിമൂക്ക് എന്നൊക്കെ പറയും അല്ലേ. നമ്മുടെ മൂക്കിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്. നമ്മൾ സാധാരണ എന്നൊക്കെ പറയൂലേ, ഇതിന് നമ്മൾ മണിക്കുക, ഒന്ന ചെയ്യാന്ന് പറയാം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ശരിക്ക് അങ്ങനെ നമ്മൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന രണ്ടക്ഷരങ്ങൾ, നമ്മൾ സാധാരണ നിയമങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങി. അഹ്കാമു നൂൻ സാക്കിന തെൻവീനൊക്കെ പഠിച്ചപ്പോൾ ചില നിയമങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മണിച്ചു കൊണ്ടുപോകും. പക്ഷേ രണ്ട് അക്ഷരങ്ങളുടെ ആർട്ടിക്കുലേഷൻ പോയിൻ്റ് തന്നെ എങ്ങനെ വരുന്നത്? അത് മണിക്കുന്ന രീതിയിലാണ്. ഏതാണ് അക്ഷരങ്ങൾ? നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ അഹ്കാമു നൂൻ സാക്കിന, നൂൻ സാക്കിന വരുമ്പോൾ ചില സ്ഥലത്ത് മണിക്കുമല്ലോ. അപ്പോൾ ഒന്ന് നൂനാണ്, ഒരക്ഷരം നൂനാണ്. ആ നൂൻ ഉച്ചരിക്കുമ്പോൾ നമ്മൾ മണിക്കും. ഉദാഹരണം, നൂന് സുക്കൂന് കൊടുത്തൊന്ന് പാരായണം ചെയ്ത് നോക്ക്. ഇത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല കേട്ടോ. നൂന് സുക്കൂന് കൊടുത്തൊന്ന് പാരായണം ചെയ്ത് നോക്ക്. അൻ 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 അല്ലേ. ശബ്ദം എവിടുന്ന് വരുന്നത്? മൂക്കിൽ നിന്ന് വരുന്ന കാണാം. അൻ. അല്ലെങ്കിൽ കൈവച്ച് നോക്കി നോക്ക്. അൻ അല്ലേ. നമുക്ക് ശരിക്കും മനസ്സിലാവും. അവിടെ മൂക്ക് നമ്മൾ അടക്കും എന്താണെന്ന് വെച്ചാൽ ആ ശബ്ദം ജസ്റ്റ് ബ്ലോക്ക് ആവും. അൻ അല്ലേ. കറക്റ്റ് കിട്ടുമോ? അത് ഇല്ല. പിന്നെ അത് അക്ഷരം വരുന്നത് മീം. അം അം അം. ഒന്ന് മൂക്കിൽ കൈവച്ച് നോക്കി നോക്ക്. അം അബ് അല്ലേ. ജസ്റ്റ് ബ്ലോക്ക് ആവുന്നില്ലേ. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നൂന് മീം അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങളുടെ ഒരു ആർട്ടിക്കുലേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനങ്ങൾ അത് മൂക്കിൽ നിന്നാവുമ്പോൾ ഹൈഷും തരിമൂക്ക് എന്ന് പറയും. യഥാർത്ഥത്തിൽ ആ അക്ഷരങ്ങളാണ് എപ്പോഴും നമ്മളെ മണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ. അതെപ്പോഴും വരുമ്പോഴും നമുക്ക് അവിടെ ഈ അർത്ഥത്തിലൊരു മണിക്കൽ ഫീൽ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൽഹാർ പോലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വ്യക്തമായി പറയുന്ന ഒരു ഘട്ടങ്ങളുണ്ട്. കോമൺ ശരിക്കും മണിക്കുക ചെയ്യാം. അതിന് പറയുന്ന റൂളാണ്, ഈ മണിക്കുന്നതിന് പറയുന്ന ഒരു റൂളാണ് അഹ്കാമുൻ നൂൻ വൽ മീമിൽ മുഷദ്ദദതൈൻ. അഹ്കാമുൻ നൂനി വൽ മീമിൽ മുഷദ്ദദതൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നൂനും മീമും ഷദ് വന്നു കഴിഞ്ഞാൽ, എന്താ ഷദ് എന്ന് പറഞ്ഞാൽ? ഷദ് ഇരട്ടിപ്പിച്ച് തരാ. അതെങ്ങനെ ശരിക്കും വരുന്നെന്നോ? രണ്ട് ഒരേപോലെ അക്ഷരങ്ങൾ ഒന്നിച്ച് വന്നു വരിക്കാം. ഒരേപോലെ അക്ഷരങ്ങൾ, ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തേന് ഹറക്കത്തും വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് രണ്ടിനെ ഒന്നാക്കി മാറ്റി ഒന്നുകൂടി സ്ട്രെസ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കും. ഉദാഹരണം, അന്ന അന്ന. ശരിക്കും ഷദ് വരുന്ന അക്ഷരങ്ങളൊക്കെ നമുക്കിങ്ങനെ രണ്ടക്ഷരങ്ങൾ കൂടിച്ചേർന്ന് കാണാൻ പറ്റും. ഉദാഹരണം, അങ്ങനെ നൂനല്ലാത്ത ഉദാഹരണം, മീമല്ലാത്ത ഉദാഹരണം നമ്മൾ സാധാരണ സൂറത്തുൽ ഫാത്തിഹയിൽ ഓതൂലേ, വലദ്ദാല്ലീൻ. ലാമിന് ഷദ് ഉണ്ട്. ലീൻ അൽഹാഖ അല്ലേ, ഖ. അവിടെ ശരിക്കും ഷദ് വരുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും രണ്ട് ഖാഫ്, രണ്ട് ലാമ് വരുന്നുണ്ട്. അതുപോലെ നൂൻ, ഒരു നൂൻ സുക്കൂനോട് വരികയും രണ്ടാമത്തെ നൂൻ ഹർക്കത്ത്. ഹർക്കത്ത് എന്താ? എല്ലാവർക്കും അറിയാലോ. എത്ര ഹർക്കത്താണ് ഉള്ളത്?
ഫതഹ് കസ്റ ലം അല്ലേ, ഫത്ഹ കസ്റ ലമ്മ. അപ്പം നൂന് സുക്കൂനോടെ വരികയും അടുത്ത നൂൻ എന്ത് ചെയ്യുന്നു, ഹർക്കത്തോടെ വരികയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടിനെ കൂട്ടിച്ചേർത്ത് ഷദ് കൊടുത്ത് ഉച്ചരിക്കും. അത് നമ്മൾ എങ്ങനെ പാരായണം ചെയ്യും? ഇന്ന അന്ന ഇന്ന അല്ലേ, എന്ത് രസമാണ് അങ്ങനെ കേൾക്കുമ്പോൾ. അതിൻ്റെ ശബ്ദം ശരിക്കും വരുന്ന ഇവിടുന്ന മൂക്കിൽ നിന്നാണ്. ഇനി മീമിൻ്റെ ഉദാഹരണം നോക്കാം. മിമ്മ ലമ്മ അല്ലേ, മണിക്കല്ലേ, മിമ്മ ലമ്മ അല്ലേ, മണിക്കുമ്പോൾ രസമുള്ളത്. ലമ്മ അമ്മ ഹമ്മാസിം മശ്ശാ അല്ലേ. ശരിക്ക് അൽഹംദുലില്ലാ, അള്ളാഹു ഇത് പാരായണം ചെയ്യുമ്പോൾ നമ്മളെ പഠിപ്പിച്ച ഒന്നാണ്. ശരിക്കത്തെ ജീവിതം നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി അള്ളാഹു ജിബി അലൈഹി സ്വലാമിന് കൊടുക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബക്കിറാം വഴി ഇങ്ങനെ തലമുറ മാറി മാറി നമ്മളിലേക്ക് എത്തി അല്ലേ. അപ്പോൾ ഇതെത്ര മനോഹരമായിട്ടാണ് സംവിധാനിച്ചത് അല്ലെ. ഒരു കാര്യം മനസ്സിലാക്കണം, മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ഉച്ചരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളിത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നാവ് സ്റ്റക്കായിരിക്കും, മൂക്കിലൂടെ ശബ്ദം കേളും. ഇന്ന അല്ലേ, ഇന്ന നിങ്ങൾ ഈ കഴിഞ്ഞാൽ പിന്നെ നാവ് സ്റ്റക്കായിരിക്കും. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ന അല്ലേ, ഇന്ന ആ നൂന് ഉച്ചരിക്കുമ്പോൾ മൂക്ക് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നാവ് എന്തായിരിക്കും, സൈലൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ലമ്മ ലമ്മ അല്ലേ, ആ മണിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു, നാവ് സ്റ്റക്കായിരിക്കും. നമ്മുടെ മൂക്കിലൂടെയാണ് ശബ്ദം വരുന്നത് അല്ലേ, തരിമൂക്കിലൂടെ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇത് ഭയങ്കര ഈസിയാണല്ലോ. ഒന്നുമില്ല, നൂനും മീമും ശബ്ദ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായി മണിച്ചുകൊണ്ട് അവിടെ നിന്ന് സ്ട്രെസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓതണം. ഇതാണ് അഹ്കാമുൻ നൂനി വൽ മീമിൽ മുശദ്ദതൈൻ. നമുക്ക് ഖുർആനിലെ ചില എക്സാമ്പിൾ നോക്കാം. നമുക്ക് പരിചയമുള്ളൊരു സൂറ നോക്കാം. സൂറത്തു തകാസുർ, മനോഹരമായ സൂറയാണ്. ഒന്നല്ല രണ്ട് കൂടെ ഒന്ന് ഓതണം. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിലെവിടെയാണ് നൂന് ഷദ്ദോടു കൂടി വരുന്നത്, അല്ലെങ്കിൽ മീമ് ഷദ്ദോടു കൂടി വരുന്നത് എവിടെയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ജസ്റ്റ് എൻ്റെ കൂടെ ഒന്ന് ഓതണേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون. അവിടെ ഒന്നില്ലേ, ثم كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم. അവിടെ ഒന്നില്ലേ, لترون الجحيم. അവിടെ ഏതാന്ന്, നൂൻ മുശദ്ദദ. لترون الجحيم ثم لترونها عين اليقين. അവിടെ നോക്കി നോക്ക്, ثم ഒന്ന് മീം മുശദ്ദദ അല്ലേ, لترونها عين اليقين. അവിടെ നൂൻ മുശദ്ദദ. ثم لتسألن يومئذ عن النعيم. നോക്കണേ, ثم لتسألن അല്ലേ, ثم لتسألن يومئذ عن النعيم. അൽഹംദുലില്ലാ. എവിടെ അവസാനത്തെ ആയത്ത് മാത്രം നോക്കൂ, ثم لتسألن يومئذ عن النعيم. എത്ര മനോഹരമാണ്.
ഈ മണിക്കലില്ലെങ്കിൽ, ഗുന്ന ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് ഫീൽ ചെയ്യോ? ഒരിക്കലുമില്ല. ഇതാണ് ശരിക്കും തജീവിദിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ പറയാം. ഖുർആൻ സൂറത്തുൽ ഖാരിയയിൽ പറയുന്നുണ്ട്, വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു. അതിന് മുമ്പ് എന്താ പറയുന്നത്? ഫഅമ്മാ മൻ ثقلت موازينه അല്ലേ? അമ്മാമൻ. പിന്നെ സൂറത്തുൽ ഗാശിയ, ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറുൻ മർഫൂഅ വഅക്വാബുൻ മൗദൂഅ വനമാരിഖു മസ്ഫൂഫ വസറാബിയ്യു മബ്സൂസ. സൂറത്തുൽ ശർഹിൽ എങ്ങനെ പറയുന്നത്? ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന അല്ലേ? ഇന്ന മഅൽ ഉസ്രി യുസ്റാ അല്ലേ? എത്ര മനോഹരമാണ് ഈ ആഴ്ചകൾ. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഷദ് നൂന് മീം കണ്ടാൽ, ഷദ്ദുള്ള കണ്ടാൽ നമ്മൾ അങ്ങനെ തന്നെ ഉച്ചരിക്കുക. അത് പല രീതിയിൽ വരും കേട്ടോ. ചില വേറെ നിയമങ്ങളുടെ ഭാഗമായിട്ട് വരും, ഡയറക്റ്റ് ഒക്കെ വരും. ഷദ്ദുള്ള മീമും നൂനും കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ മണിച്ചുകൊണ്ട് ഓതുക. അവസാനമായിട്ട് സൂറത്തുൻ നാസ് എൻ്റെ കൂടെ ഓതി വെക്കുക. സൂറത്തുൻ നാസ് റിപ്പീറ്റഡായി വരുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ലാസ്റ്റ് ആയത് നോക്ക്, മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര ഫീലിംഗ് നമുക്കുണ്ടാകും. അതിൻ്റെ ഒരു മനോഹാരിത നമ്മൾ ആസ്വദിക്കും. ഹൃദയം കൊണ്ട് നമ്മളത് തിരിച്ചറിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ ഖുർആൻ ഏറ്റവും നന്നായി പാരായണം ചെയ്യാൻ, ഖുർആൻ്റെ ഒരു മനോഹാരിത നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുത്താൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.